അത് ഭാരത് റൈസ് എന്നല്ല അതിനെ വിളിക്കേണ്ടത്, ഇലക്ഷൻ റൈസ് എന്നാണ് വിളിക്കേണ്ടത്. ഇപ്പോ BJP അധികാരത്തിൽ വന്നിട്ട് 10 വർഷമായല്ലോ. ഈ 10 വർഷം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ ഇറങ്ങിയിട്ടുള്ളത് ഇലക്ഷൻ റൈസുമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തോട് BJP ചെയ്ത, കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുള്ള കൊടും പാതകത്തെ ഈ അരി വിതരണം കൊണ്ട് മറികടക്കാനാവില്ല. ഇന്നലെയാണല്ലോ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുടെയും കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ചർച്ചകൾ നടത്തിയത്. കേരളത്തിന് ഗത്യന്തരമില്ലാത്ത സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു 57,400 കോടി രൂപയുടെ ഭീമമായ വെട്ടിക്കുറവ് വരുത്തിയപ്പോൾ. അപ്പോൾ കോടതി കേരളത്തിന്റെ ആക്ഷേപത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ടാണല്ലോ ആദ്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ